ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും. അപാകത ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരതിന് സമാധാനം പറയേണ്ടി വരും. അതൊക്കെയാണ് സംഘടനാ സംവിധാനം. ഇതൊന്നും മനസ്സിലാക്കാതെ BJP എന്തോ കൂട്ടക്കലാപം നടക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നത് മഹാ അബദ്ധമാണ് എന്ന് എനിക്കതിനെ കുറിച്ച് ആമുഖമായി പറയാനുള്ളൂ. ശരി, ശ്രീ MP രാജേഷ് MP, ഇവിടെ CK പത്മനാഭനെ അടർത്തിയെടുക്കാനുള്ള ഒരു വലിയ അജണ്ടയുണ്ടെന്നും അതിൻ്റെ ഭാഗമായാണ് ഈ വിവാദത്തിൽ CPM പക്ഷം ചേർന്നിരിക്കുന്നത് എന്നുമുള്ള ശ്രീ K കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ളവരുടെ ആക്ഷേപത്തിനുള്ള മറുപടി എന്താണ്? അദ്ദേഹത്തിന്റെ ഭയമാണ്. ഞങ്ങൾ ആരെയും അടർത്തിയെടുക്കാൻ ഞങ്ങൾ നടക്കുന്നില്ല. ശരിയായ നിലപാട് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണല്ലോ. CK പത്മനാഭൻ പറഞ്ഞു എന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയാൻ കാര്യമില്ല. സത്യത്തിൽ എന്നെ പോലുള്ള ആളുകളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു CK പത്മനാഭൻ. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു രഘുവീരൻ തന്റെ ആരാധനാപാത്രമാണ്, അതിന് കാരണം ബൊളീവിയൻ ഡയറി വായിച്ചിട്ടുണ്ട്. പുസ്തകം വായിക്കുന്ന പത്മനാഭനെ പോലുള്ള ഒരുപക്ഷെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി BJP ഉണ്ടെന്നതിന്റെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ബൊളീവിയൻ ഡയറി ഒക്കെ വായിച്ച പത്മനാഭന് രഘുവീരനോട് ആരാധന തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് പത്മനാഭൻ പറയുന്നത് കൊണ്ട് ഞങ്ങൾ തെറ്റാണെന്ന് പറയേണ്ട കാര്യമില്ല. പത്മനാഭൻ രഘുവീരയെ കുറിച്ച് നല്ലത് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ലോകത്തെ ബുദ്ധിജീവികൾ, കലാകാരന്മാർ, കായിക താരങ്ങൾ, മറഡോണയെ പോലുള്ള അങ്ങനെ അനേകം പേരുടെ ആരാധനാ പാത്രമാണ് ചെഗുവേര. സംഘപരിവാറിന് മാത്രമേ ചെഗുവേരയെ മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ. VP സിംഗ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ഒരിക്കൽ പറഞ്ഞത് തീ കൊണ്ട് എഴുതിയ ഒരു കവിതയാണ് ചെയുടെ ജീവിതം എന്നാണ്. അത്ര വലിയ ആദരവ് രാഷ്ട്ര നേതാക്കളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ് ചെഗുവേര. CK പത്മനാഭൻ അത് തിരിച്ചറിഞ്ഞു, അത് ചൂണ്ടിക്കാണിച്ചു. MP ഹിമാലയ തുല്യനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് അത് തള്ളിപ്പറയേണ്ട കാര്യം എന്താ? അപ്പോ അത്രേ അതിലുള്ളൂ. ശ്രീ പത്മനാഭൻ ആ കാര്യത്തിൽ പറഞ്ഞ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനപ്പുറമുള്ളതെല്ലാം കുഞ്ഞിക്കണ്ണന്റെ ഭീതിയും ആശങ്കയും ഒക്കെയാണ്. അവരുടെ നിലപാട് കൊണ്ട് ആരെങ്കിലും ഒക്കെ അറന്നു പോകുന്നുണ്ടല്ലോ പലയിടത്തും. അങ്ങനെ അറന്നു പോകുന്നത് നിങ്ങൾക്കുണ്ടാവുന്ന തിരിയായിരിക്കും. ഇവിടെ പ്രശ്നം നമ്മൾ കാണേണ്ടത് ഈ സംഘപരിവാറിന്റെ രക്ഷത്തപ്പം എന്തായി. അവസാനം CK പത്മനാഭനോടുള്ള സമീപനം എനിക്ക് അറിഞ്ഞുകൂടാ. നടപടി എടുത്ത് അദ്ദേഹത്തെ എന്ത് ശിക്ഷ വിധിക്കാൻ പോകുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ സംഘപരിവാറിൽ ഇപ്പൊ ചർച്ച എന്താണ്? രഘുവീരയെ പുകഴ്ത്താമോ, അത് ശരിയാണോ എന്ന ഒരു ഭാഗത്ത്. ഗാന്ധിജിയെ ഇകഴ്ത്താം, അത് ചർച്ചയേയല്ല. ഗാന്ധിജിയെ ഇകഴ്ത്തുന്നു എന്നുള്ളത് അവർക്ക് അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല. ഞാൻ ഒരുപക്ഷെ ആശ്ചര്യപ്പെടില്ല ഗാന്ധിജിയെ ഇകഴ്ത്തിയവർക്ക് പത്മശ്രീയോ പത്മഭൂഷണോ കൊടുത്താൽ. ആ നിലയിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നിന്ദിക്കുകയും ഇകഴ്ത്തുകയും വെടിയുണ്ടുകൊണ്ട് വധിച്ച ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ അടയാളങ്ങളെയും തുടച്ചു നീക്കാൻ ശ്രമിക്കുകയും ഒരു ലജ്ജയുമില്ലാതെ അദ്ദേഹത്തിന്റെ കർഷകരുടെ മുമ്പിൽ കയറിയിരുന്ന് സ്വയം അവരോധിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രനിന്ദ, രാഷ്ട്രപിതാവിന്റെ നിന്ദ നടത്തുന്നതിനെ കുറിച്ച് ചർച്ചയില്ല. ചർച്ച ചെയ്യുന്നത് ചെഗുവേരയെ പുകഴ്ത്തിയ പത്മനാഭനെ കുറിച്ചാണ് സംഘപരിവാറിനകത്ത് ചർച്ച ചെയ്തത്. അങ്ങനെ ആകാമോ എന്നൊക്കെയുള്ളത്. ഇത് തീർച്ചയായിട്ടും നടപടി എടുക്കാൻ ഒരുപക്ഷെ കഴിയാത്തത് ഇത് കേരളമായതുകൊണ്ടും കേരളത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസ്യരായി പോകുമെന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കണം എന്നാണ് ഒരു ഇളവൊരു പക്ഷേ പത്മനാഭന് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ സംഘപരിവാർ നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുള്ള യുക്തിക്കും നേരെ ഒരു പരിഹാസമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു അരക്ഷിതത്വമാണ് അവർക്ക്. ഞങ്ങളുടെ ആളുകളെ കടത്തിയെടുക്കാൻ പോകുന്നു എന്നത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു അരക്ഷിതത്വമാണ്. ശരി, ശ്രീ MP രാജേഷ്, തിരികെ എത്താം. ശ്രീ OK വാസു, ഇവിടെ CKPയെ CPMലേക്ക് എത്തിക്കാനുള്ള ഒരവസരമായി ഒരു വിഭാഗം CPM നേതാക്കളെങ്കിലും ഈ സന്ദർഭത്തെ കാണുന്നുണ്ടോ? ശ്രീ K കുഞ്ഞിക്കണ്ണൻ ഒരു പാഴ്വാക്ക് പറഞ്ഞതല്ല, അത് വ്യക്തമാണ് താങ്കൾക്കും. മാത്രവുമല്ല, താങ്കൾ വന്ന ഒരു വഴിയും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇല്ല, അതിപ്പോ CK സംബന്ധിച്ചിടത്തോളം CK എപ്പോഴും വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്ന ഒരു ആളാണ്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അതില് എത്രയോ ആളുകൾ CKക്കെതിരായിട്ട് നേതാക്കന്മാരും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ BJPക്കാർ, RSSകാരും അതിനീചമായ രീതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോ CK ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇവിടെ CKയെ CPMലേക്ക് അടർത്തിയെടുക്കാനുള്ള പദ്ധതി ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുന്ന സമയത്ത് BJPയിൽ ഇപ്പൊ പരസ്പരം ആർക്കും ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ ആരാണ് ഈ BJP വിടാൻ പോകുന്നത്, ഇവരൊക്കെ എങ്ങോട്ട് പോകും, CPMലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക
BJP അതുപോലെ സംഘപരിവാരത്തിലും ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. ഈ BJP എന്ന് പറയുന്നത് ഇന്ന് ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണ്. നിരവധി നേതാക്കന്മാർ ഇതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധവുമായി വേദന കടിച്ചൊതുക്കിക്കൊണ്ട് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിലും അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഞങ്ങളാരും അതിലിടപെട്ടുകൊണ്ട് ആരെയും CPM-ലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ഉദ്ദേശമില്ല. അത് സ്വയം തന്നെ അത് വന്നുകൊള്ളും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ KC ഉമേഷ് ബാബു, ഇവിടെ ഈ BJP-യിലെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് അവരുടെ നന്മ പരിശോധന CPM നടത്താൻ തുടങ്ങിയാൽ അത് അപകടകരമാവില്ലേ? ഇപ്പോൾ ഒറ്റയാൻ ശബ്ദങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ BJP-യിൽ ഒരു പ്രത്യേക രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ CK പത്മനാഭൻ്റെ ഈ പ്രതികരണം മാത്രമല്ല അത്. ഇവിടെ പാർലമെൻ്ററി രംഗത്ത് അവർക്ക് ആദ്യമായൊരു പ്രാതിനിധ്യം കിട്ടി രാജഗോപാലിലൂടെ. രാജഗോപാൽ ഒരു പ്രത്യേക രൂപത്തിലാണ് നിയമസഭയിൽ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ഇടതിനോട് സഹകരണം, ചിലപ്പോൾ വിട്ടുനിൽക്കൽ, ഇങ്ങനെ സ്വാഭാവികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അവിടെ രൂപപ്പെട്ടു വരുന്നത്. BJP-യും അതിൽ വലിയ തർക്കത്തിനൊന്നും പോകുന്നില്ല. രാജേട്ടനെ പോലൊരാളെ ഇനിയിപ്പോൾ ഒരു പ്രത്യേക വഴിയിലൂടെ നടത്തിക്കാമെന്നോ അല്ലെങ്കിൽ BJP-യുടെ ഒരു പാർലമെൻ്ററി മുഖം, BJP-യുടെ രാഷ്ട്രീയം കർക്കശമായി പാലിക്കണം എന്നൊരു കടുത്ത നിലപാടിലേക്കൊന്നും അവർ പോകുന്നില്ല. അതുകൊണ്ടാണ് രാജഗോപാലിന് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനും കൃഷ്ണനും ഒക്കെ ഒന്നിച്ചുള്ളപ്പോൾ എനിക്ക് മറ്റാർക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ കഴിയുന്നത്, ആ പിന്തുണ ഇടതുപക്ഷം സ്വീകരിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ രാജഗോപാലിൻ്റെ ഈ പ്രയോഗം, CK പത്മനാഭൻ്റെ ഇപ്പോഴത്തെ ഈ ചെഗുവേര എന്ന വിപ്ലവ വീര്യത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ, ഇതൊക്കെ സ്വീകരിക്കുന്നൊരു പക്ഷത്തേക്ക് CPM മാറുകയാണ് എങ്കിൽ അത് തെറ്റായൊരു മനസ്സിലാക്കലിലേക്ക് BJP-യെ സംബന്ധിച്ച് CPM തന്നെ വഴി തുറന്നു കൊടുക്കുകയല്ലേ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ KT കുഞ്ഞിക്കണ്ണൻ്റെയൊക്കെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് സഹതാപം പോലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, 92-ൽ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഇന്ത്യയിലെ BJP-യുടെയും സംഘപരിവാരത്തിൻ്റെ നേതാക്കന്മാർ എത്ര ഭാഷയിലാണ് സംസാരിച്ചത് എന്ന് അക്കാലത്ത് അതോട് പ്രതികരിച്ചുകൊണ്ട് പ്രൊഫസർ MN വിജയൻ നടത്തിയിട്ടുള്ള നിരവധി പ്രസംഗങ്ങളിൽ എങ്ങനെയാണ് 1000 നാവുള്ള അനന്തനായിട്ട് സംഘപരിവാരം ഇന്ത്യയെ വിഴുങ്ങാൻ പോകുന്നത് എന്നത് മുൻകൂട്ടി പ്രവചനാത്മകമായി പറഞ്ഞു വെച്ചതിനെക്കുറിച്ചൊക്കെ പ്രാഥമികമായ ബാലപാഠം പഠിച്ചിട്ട് വേണം മറ്റുള്ളവരെ അരാഷ്ട്രീയവാദികളെന്നൊക്കെ കുറ്റപ്പെടുത്താൻ. സംഘപരിവാരം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട മിടുക്ക് ഇത് തന്നെയാണ്. സംഘപരിവാരം കല്യാൺ സിംഗാണ്, നമുക്കറിയാം. ഈ പറയുന്ന ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കല്യാൺ സിംഗും സംഘമാണ്. ആ സമയത്ത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതിർന്ന BJP നേതാവായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി എന്താണ് പറഞ്ഞിരുന്നത്? LK അദ്വാനി, അതിനു മുമ്പ് രഥയാത്ര നടത്തിയ LK അദ്വാനി എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. ഈ രാഷ്ട്രീയമൊക്കെ തീർച്ചയായിട്ടും ഈ CPM-ൻ്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന എന്താണ് രാഷ്ട്രീയതയുടെ പരകോടിയിൽ നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് തിരിച്ചറിയാനേ പോകുന്നില്ല. ഇത്ര പഴയ കാലം തിരിച്ചറിയുന്നില്ലെങ്കിൽ കഴിഞ്ഞ 2 മാസം മുമ്പുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ മതി. ഈ പറയുന്ന ഗോരക്ഷക് ദളുകൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് RSS ആണ്. RSS-ൻ്റെ വേറൊരു ഉപവിഭാഗമാണ്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും എത്ര രൂക്ഷമായിട്ടാണ് 2ാം ഘട്ടത്തിൽ അതിനെ പരസ്യമായി വിമർശിച്ചത്. എന്നാൽ ഉത്തരേന്ത്യ മുഴുവൻ ഗോരക്ഷകന്മാരുടെ പ്രവർത്തനം സംഘടനാപരമായി കൃത്യമായി നടക്കുന്നുണ്ട്. സംഘപരിവാരം ഫാസിസം എന്നൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും കഥയില്ലാതെ നിരർത്ഥകമായി വായി വന്നതുപോലെ വിളിച്ചുകൂവി നടന്നാൽ പോരാ. ഇന്ത്യയിലെ സംഘപരിവാരം എவ்விധമാണ് വളരെ വളരെ സമർത്ഥമായ, ഞാൻ പലകുറി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള തന്ത്രവിദ്യാപരവും മനഃശാസ്ത്രപരവുമായ രീതികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരുമാണെന്നൊക്കെ പറയാൻ ആരംഭിക്കണം എന്നാണ് എനിക്ക് വളരെ സഹതാപത്തോടെ ഈ മനുഷ്യന്മാരെ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം വളരെ ഒരുപക്ഷെ അങ്ങേയറ്റം ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രസ്താവനകൾ AN രാധാകൃഷ്ണൻ നടത്തുമ്പോൾ CK പത്മനാഭൻ കയറി വന്നിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതാണ്. 1000 നാവുള്ള അനന്തൻ എന്നുള്ളത് ഇന്ത്യൻ പൈതൃകത്തിൻ്റെ പേരാണ്. ഇന്ത്യൻ മിത്തോളജിയിലെ ഒരു ചിത്രമാണ് 1000 നാവുള്ള അനന്തൻ. അനന്തൻ്റെ ഓരോ നാവും എങ്ങനെയാണ് സംസാരിക്കുന്നത് അറിയില്ല. ഒരു നാവ് വേറൊരു നാവിനെതിരായിട്ട് പറയേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന ഒരു അതുകൊണ്ടാണ് സംഘപരിവാരം കേരളത്തിലും വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും CPM-ൻ്റെ ഈ നേതാക്കന്മാർക്ക് മനസ്സിലാകാനേ പോകുന്നില്ല. അമ്പലത്തിൻ്റെ യുക്തിയും റോട്ടിൻ്റെ യുക്തിയും ശാഖയുടെ യുക്തിയും ഈ പറയുന്ന ചെഗുവേരയുടെ കാര്യത്തിലാകുമ്പോൾ ഒരു യുക്തി ഒരാൾക്കും വേറൊരു യുക്തി വേറൊരാൾക്കും ഒക്കെ ഉപയോഗിച്ച് നീങ്ങാനുള്ള
അങ്ങനെ ജനങ്ങളുടെ വൈകാരികമായ അഭിരുചികളെ പലതരത്തിൽ സംതൃപ്തിപ്പെടുത്തി പോകാനുള്ള വിദ്യകളൊക്കെ സംഘപരിവാരത്തിന് വളരെ നന്നായി അറിയാം. അത് വെച്ചിട്ട് സംഘപരിവാരത്തിൽ കുറേ നല്ല ആളുകളുണ്ടെന്നും കുറേ അധികം ചീത്ത ആളുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സംഘപരിവാരം കുഴിക്കുന്ന കുഴിയിൽ ഈ പറയുന്ന ആളുകൾ വീഴും. കാരണം ഇവർക്കും തീർച്ചയായിട്ടും ചെഗുവേരയുടെ രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യമില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കൺ, ഈ പറയുന്ന ജനപ്രിയമായ ഒരു ഐക്കൺ എന്നതിനപ്പുറം, അതാണ് ഞാൻ മുമ്പൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്, മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് പോലും ഉത്തരവിടാത്ത ഒരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് വന്നിട്ട് ചെഗുവേരയെക്കുറിച്ച് സംസാരിക്കുന്നത്. ചെഗുവേരയെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അത് ചെഗുവേര ഒരു CPMന്റെ നേതാവായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ചെഗുവേര തോക്കിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും വിമോചനങ്ങൾ ഉണ്ടാക്കുകയും ആഫ്രിക്കയിൽ വരെ അത് വിജയകരമായി പ്രയോഗിക്കുകയും ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കയെ നമീബിയ വഴിക്ക് സൈനിക നീക്കങ്ങൾ നടത്തിയിട്ട് ദക്ഷിണാഫ്രിക്കയുടെ മോചനത്തിന് വരെ ഇടവരുത്തുകയും ബൊളീവിയയിൽ തോറ്റുപോവുകയും ചെയ്തിട്ടുള്ള ഒരു പഴയ മനുഷ്യനാണ്, പഴയ വിപ്ലവകാരിയാണ്. അദ്ദേഹത്തെയും തീർച്ചയായിട്ടും സംഘപരിവാര നേതാക്കന്മാരെ പോലെ തന്നെ പ്രചാരണപരമായ ആവശ്യത്തിനാണ് അനുകൂലമായോ പ്രതികൂലമായോ CPM ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്നത്. ഇത് അരാഷ്ട്രീയതയുടെ അങ്ങേയറ്റമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ K. കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ശ്രീ OK വാസു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പാർട്ടിക്കകത്തൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അങ്ങീ പറയുന്ന ശ്മശാനത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവസുറ്റതിൻ്റെയോ ഒരു താരതമ്യമല്ല വേണ്ടത്. ആ സംഘടനയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ OK വാസു കൃത്യമായി പറഞ്ഞ ഈ പാർട്ടിയിൽ വന്നിരിക്കുന്ന രണ്ട് മാറ്റങ്ങളെപ്പറ്റി ഉള്ള പ്രതികരണമാണ് വേണ്ടത്. ഒന്ന്, നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനടക്കം BJP അംഗത്വം ഇല്ലാത്തവരാണ് എന്നുള്ളതാണ്. ഈ OK വാസു